KPCC പുനഃസംഘടനാ ചർച്ച തുടങ്ങി. വിവാദങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, KPCC അധ്യക്ഷനും സംഘവും വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലെ 10ഓളം DCCകളിൽ മാറ്റമുണ്ടാകാൻ പോകുന്നു. അത് കഴിഞ്ഞ് KPCC പുനഃസംഘടന വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. KPCCക്ക് 5 ഉപാധ്യക്ഷന്മാരെ നിയമിച്ചേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ജംബോ കമ്മിറ്റി ഒഴിവാക്കാൻ ധാരണയായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും 22 ഉണ്ടായിരുന്ന സ്ഥാനത്ത് 30ഓളം ജനറൽ സെക്രട്ടറിമാരെ നിയമിച്ചേക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതുപോലെ തന്നെ 4 വൈസ് പ്രസിഡന്റുമാരുണ്ടായത് 5 ആകുമെന്നും പറയുന്നു. ആദ്യഘട്ടത്തിൽ ഉപാധ്യക്ഷന്മാരെയും ജനറൽ സെക്രട്ടറിമാരെയും നിയമിച്ച് പിന്നീട് സമയമെടുത്തായിരിക്കും സെക്രട്ടറിമാരെ നിയമിക്കുന്നത്. സാധാരണ 100-ന് മുകളിൽ ഉണ്ടാകാറുള്ള സെക്രട്ടറിമാരുടെ എണ്ണമാണ് പകുതിയായി കുറയ്ക്കാൻ ഇപ്പോൾ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രാഥമിക പട്ടിക തയ്യാറാക്കാൻ വേണ്ടി അഭിപ്രായങ്ങൾ ചോദിച്ചറിയാൻ 20-ാം തീയതി KPCC ഒരു യോഗം ചേരുകയാണ്. നിലവിലെ ഭാരവാഹികളും മുൻ KPCC അധ്യക്ഷന്മാരും പ്രവർത്തക സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുതിർന്ന നേതാക്കളും മാത്രമാണ് ആ യോഗത്തിൽ പങ്കെടുക്കുക. ഇപ്പോൾ തന്നെ പ്രാഥമികമായ തരത്തിൽ അനൗദ്യോഗിക ചർച്ചകളെല്ലാം തുടക്കമായി. എങ്കിലും വിഷയത്തിൽ മുതിർന്ന നേതാക്കളുമായി ചർച്ചകൾ നടത്തുന്നതോടെ ഏകദേശ രൂപമുണ്ടാകുമെന്നാണ് ഉറപ്പിക്കുന്നത്. എന്നാൽ സുധാകരന്റെ ഇപ്പോഴത്തെ സമീപനം അത്ര ആശ്വാസകരമല്ല. ഇതാണ് പാർട്ടിയെ ഏറെ അലട്ടുന്നത്. തൻ്റെ ഏറ്റവും അടുത്ത സഹോദരനാണ് സണ്ണി ജോസഫ് എന്നും എൻ്റെ എല്ലാ സഹകരണവും ഉണ്ടാകുമെന്നും ആദ്യം തന്നെ അറിയിച്ച സുധാകരൻ, അതുപോലെ തൻ്റെ ശക്തിയാണ് സുധാകരൻ എന്ന് പറഞ്ഞ സണ്ണി ജോസഫിനെ പ്രതിരോധത്തിലാക്കുന്ന പല പ്രസ്താവനകളും അദ്ദേഹം നടത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആദ്യം വലിയ പിന്തുണ നൽകിയ മുതിർന്ന നേതാക്കളിൽ പോലും സുധാകരന്റെ ഈ പരസ്യ പ്രതികരണത്തിൽ അതൃപ്തി പുകയുകയാണ്. സുധാകരൻ പുതിയ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയെന്നാണ് പല നേതാക്കളുടെയും വിലയിരുത്തൽ. സുധാകരന്റെ പ്രസ്താവന അനവസരത്തിലായി പോയി എന്നും നിലവിൽ സുധാകരന് പരസ്യ മറുപടി നൽകരുത് എന്നുമാണ് ഹൈക്കമാൻഡ് കേരളത്തിലെ മറ്റു നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പരസ്യ വിമർശനങ്ങൾ ഇനിയും തുടർന്നാൽ തങ്ങൾ ഇടപെട്ടുകൊള്ളാമെന്ന് ഹൈക്കമാൻഡ് അറിയിച്ചു കഴിഞ്ഞു. ഇനി സുധാകരൻ പ്രതികരിക്കുന്നത് ഭാരവാഹി നിയമനത്തിലായിരിക്കും. ആ സൂചനയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇത്രയും കാലം തൻ്റെ കൂടെ നിൽക്കുന്നവരെ വെച്ച് KPCC നടത്തിക്കൊണ്ടുപോയ സുധാകരന് തൻ്റെ സ്ഥാനം പോകുന്നതോടൊപ്പം തന്നെ വിശ്വസ്തരുടെ സ്ഥാനവും പോയാൽ അത് വലിയ തിരിച്ചടിയാകും. അതിൽ പ്രധാനപ്പെട്ടത് KPCC സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന M ലിജുവും അറ്റാച്ച്ഡ് സെക്രട്ടറി ആയിരുന്ന K ജയന്തും ഇനിയും പുനഃസംഘടനയിൽ വേണമെന്നാണ് സുധാകരൻ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ കണ്ണൂർ DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജിനെ മാറ്റാനും സുധാകരന് താല്പര്യമില്ല. അഥവാ മാറ്റുന്നുണ്ടെങ്കിൽ തന്നെ സുധാകരൻ പറയുന്നൊരു പേരിനല്ലാതെ വേറെ സാധ്യതയുമില്ല. M ലിജുവിനെയും K ജയന്തിനെയും ഭാരവാഹികളാക്കിയാലും തന്നെ ഇനി മുൻ പദവികൾ, പ്രത്യേക പദവികൾ നൽകുമോ എന്നുള്ളത് സംശയം തന്നെയാണ്. സുധാകരന്റെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ പുനഃസംഘടന നടത്താനാണ് സണ്ണി ജോസഫിന്റെ തീരുമാനമെങ്കിലും സുധാകരനെ വെച്ച് പാർട്ടിയെ മുതലെടുത്ത മഹാന്മാരെ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ പോവുകയാണ് പുതിയ KPCC. ഏതായാലും സണ്ണി ജോസഫിനും വർക്കിംഗ് പ്രസിഡന്റുമാർക്കും ഒരു കാര്യം മറന്ന് പ്രവർത്തിക്കാൻ ഇഷ്ടമല്ല. അതായത് പാർട്ടിയുടെ ഏറ്റവും അപകട അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് തങ്ങളെ ഹൈക്കമാൻഡ് ചുമതല ഏൽപ്പിച്ചത്. ഇനി തങ്ങളും അലമ്പുണ്ടാക്കിയാൽ ഈ പാർട്ടി തീരും. അതുകൊണ്ട് ഒരു സ്വാർത്ഥ താല്പര്യത്തിനും തയ്യാറാകാതെ പാർട്ടിയുടെ മുന്നേറ്റം മാത്രമാണ് ലക്ഷ്യം. ഇത് കേരളത്തിലെ കോൺഗ്രസിന് അവസാന അവസരമാണെന്ന ബോധ്യത്തോടെയാണ് അവർ പ്രവർത്തനം നടത്തി തുടങ്ങിയത്. ആരുടെയും സമ്മർദ്ദം ഇനി നടക്കില്ല എന്ന് ചുരുക്കം.